പൂവിന്റെ മണവും കിരീടവും ധരിച്ച ഗന്ധർവൻ. ഇവൻ ഗന്ധർവനല്ല, ഗംഗാധരൻ. KD ലിസ്റ്റിലെ 1ാം പേരുകാരൻ. എന്തായാലും ഗംഗേട്ടന് എന്നെ ഇഷ്ടമായി. സ്ത്രീധനമായിട്ട് 5 പൈസ പോലും വേണ്ടാത്രേ. അയ്യ, ഗംഗേട്ടനോ? ഇവനെയൊക്കെ കെട്ടിയാലേ നിനക്ക് പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങാനേ നേരം ഉണ്ടാവും. അതൊക്കെ സാറ് വിചാരിച്ചാ പറഞ്ഞു തിരുത്താവുന്നതല്ലേ ഉള്ളൂ. നാട്ടുകാർ അതും ഇതും പറയുന്നതിന് മുമ്പ് അമ്മുവിന്റെ കല്യാണം നടത്തണം, എന്നാലേ എനിക്ക് സമാധാനാവൂ. ഞാൻ ആലോചിക്കുന്ന വിനു, അല്ല അതിന് ഇതുപോലെ ഒരുത്തന്റെ ഏൽപ്പിക്കാൻ മാത്രം ഇവക്കെന്താ ഒരു കുറവ്? അഴകില്ലേ, അറിവില്ലേ, പിന്നെ എന്താ ഒരു കുറവ്? എന്തുണ്ടായിട്ട് എന്താ കാര്യം? തലയിലെഴുത്ത് വേണ്ടേ? അതിനൊക്കെ ഒരു സമയമുണ്ട്. ഇങ്ങനെ തിരക്ക് പിടിച്ചാൽ എങ്ങനെയാ? ഒരു പക്ഷേ വേറെ നല്ലൊരു ചെറുക്കനെ കിട്ടില്ലെന്ന് ആർക്കറിയാം? ഒരാൾക്കറിയാം, പക്ഷേ അയാളത് തുറന്ന് പറയണ്ടേ? ഓഹോ, അപ്പൊ അതാണ് കാര്യം. ശരി, ഭീഷ്മരുടെ തീരുമാനം അതാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ. ഏതായാലും നിന്നെ നോക്കാൻ ഒരാള് വേണ്ടേ? എന്താടോ, വല്ല കോളും ഉണ്ടായിരുന്നോ? കോളൊന്നും വാങ്ങരുതെന്ന് സാറല്ലേ പറഞ്ഞത്? എടോ അതല്ല, ഫോൺ കോൾ വല്ലതും ഉണ്ടായിരുന്നോ ചോദിച്ചത്. ഫോൺ കോൾ ഉണ്ടായിരുന്നു, അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. SP സാറ് വിളിച്ചിരുന്നു, സാറിനോട് അത്യാവശ്യമായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ആയിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതല ഏൽപ്പിക്കാനാണ് ഞാൻ ആനന്ദിനെ വിളിപ്പിച്ചത്. സർ, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു കുറ്റവാളി രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരു ജെയിംസ് ആന്റണി. പത്രത്തിൽ വായിച്ചു സർ. അയാൾ രക്ഷപ്പെട്ടിട്ട് ദിവസങ്ങളേറെയായി. ഇനിയും അയാളെ നമുക്ക് പിടിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് അതിന്റെ നാണക്കേട്. തീർച്ചയായും. അതുകൊണ്ട് ആ ചുമതല ഞാൻ ആനന്ദിനെ ഏൽപ്പിക്കുകയാണ്. അയാളെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ ഫയലിലുണ്ട്. ആനന്ദ് സത്യസന്ധമായി നിർവഹിക്കും എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. താങ്ക് യു സർ. ഐ വിൽ ഡു മൈ ബെസ്റ്റ്. ജെയിംസ് ആന്റണി arrested 3rd September 1985. Rivero. It means 7 years. നീ മീനും പാറിക്കാനെ പൊയ്ക്കോളൂ, ഞാൻ എല്ലാം അവിടെ അറിയിച്ചോളാം. പൊയ്ക്കോ. എന്താ ഇതൊക്കെ? എന്താ ഇതൊക്കെ? ആന്റണി അവിടെ? ഏതാന്റണി? വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു കുറ്റവാളി ജയിലിൽ ചാടി വന്നില്ലേ, ആ ആന്റണിയാ ചോദിച്ചത്. എനിക്കറിയില്ല. ഫാദർ എന്നെ വളർത്താനേൽപ്പിച്ച വിനുവിന്റെ അച്ഛൻ ആന്റണി, അറിയില്ലേ? അവനെയാ ചോദിച്ചത്. വിനുവിനെ എന്നെ ഏൽപ്പിച്ചപ്പോ ആന്റണിയെ പറ്റി ഒന്നും പറയാതിരുന്നത് ആ കുഞ്ഞിന്റെ ഭാവി ഓർത്തിട്ടാണെന്ന് ഞാൻ കരുതാം. പക്ഷേ ആ കുറ്റവാളിയെ ഫാദർ ഒളിപ്പിക്കുന്ന എന്തിനാന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇനിയെങ്കിലും എന്നോട് സഹകരിച്ച ഫാദറിനെ രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയും. ഒരു പോലീസ് ഓഫീസർ അടക്കം 2 പേരെ കൊലപ്പെടുത്തിയവൻ ഇപ്പൊ ഫാദർ ചെയ്യുന്നത് അതിലും വലിയ തെറ്റാ. അറിയാം, നിയമത്തിന്റെ മുന്നിൽ ഞാൻ തെറ്റുകാരനാണ്. പക്ഷെ കർത്താവിന്റെ മുന്നിൽ ഞാൻ തെറ്റുകാരനല്ല. ഫാദർ, ഞാൻ ഒന്നുകൂടി പറയട്ടെ, അവൻ അവസാനമായി ഒരു ആഗ്രഹം കൂടിയുണ്ട്. വിനുവിന്റെ ആദ്യ കുർബാന സ്വീകരണം അവന് നടത്തണം. അത് കഴിഞ്ഞ് അവൻ സ്വയം കീഴടങ്ങും. ഇല്ല, വിനുവിനെ കാണാൻ പോലും ഞാൻ അനുവദിക്കില്ല.
ഇതുപോലൊരു ക്രിമിനലാണ് അവന്റെ അച്ഛനെന്നറിയാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ആനന്ദ്, അവൻ സ്വയം ക്രിമിനലായതല്ല. നിങ്ങൾ പറയുന്ന പോലീസുകാരടക്കം അവനെ ക്രിമിനലാക്കിയതാണ്. ഇനിയും അവനെ ന്യായീകരിക്കാനാണോ പുറപ്പാട്? അല്ല, അവൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷെ അവന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും അതേ ചെയ്യൂ. എനിക്കതൊന്നും കേൾക്കണ്ട. കേൾക്കണം. അവനെക്കുറിച്ചെല്ലാം നിങ്ങൾ അറിയണം.